ഡോക്ടർ എനിക്ക് അസിഡിറ്റി ഉണ്ട്, അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് സ്കാൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പി ചെയ്തോട്ടെ അല്ലെങ്കിൽ അത് എഴുതി തരാമോ എന്നൊക്കെ പറഞ്ഞ് രോഗികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അസിഡിറ്റിയുമായിട്ട് ഒരു രോഗി വരുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എൻഡോസ്കോപ്പിക്കോ അല്ലെങ്കിൽ അതിനുള്ള ടെസ്റ്റിനോ അല്ല വിടുന്നത്. അതിന്റെ കാരണം കണ്ടെത്തണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. പൊതുവേ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് ഒരു 2 months എങ്കിലും 2 മാസമെങ്കിലും മരുന്ന് കഴിച്ച് കുറവില്ലെങ്കിലാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് വിടേണ്ടതായിട്ടുള്ളൂ. അതല്ല തീവ്രമായ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ മറ്റ് സ്കാനുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചോര ഛർദ്ദിക്കുക, ഒട്ടും വിശപ്പില്ല, വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നു, വയറിൽ അസഹനീയമായുള്ള വേദന അനുഭവപ്പെടുക, നെഞ്ചരിച്ചിലൊക്കെ അസഹനീയമായ തീവ്രമായ രീതിയിൽ വരിക, ഓക്കാനം ഛർദിയിലൊക്കെ വരിക, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ മറ്റുള്ള ടെസ്റ്റുകൾക്ക് പെട്ടെന്ന് തന്നെ വിടേണ്ടതായിട്ടുള്ളൂ. അതല്ല മറിച്ച് നിങ്ങൾക്ക് വേദനയുണ്ട് പക്ഷെ അത് അത്ര തീവ്രതയല്ല, നിങ്ങൾക്ക് നെഞ്ചരിച്ചിലുണ്ട് പക്ഷെ തീവ്രമായിട്ട് ആയിട്ടില്ല, മലബന്ധമുണ്ട് പക്ഷെ അത് ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ, അങ്ങനെയുള്ളവരൊന്നും ആദ്യമേ തന്നെ പോയി എൻഡോസ്കോപ്പിയോ മറ്റു ടെസ്റ്റുകളൊന്നും പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടില്ല. അത് നമ്മൾ ആദ്യമേ കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ച് മാറുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന മിക്കവർക്കും നല്ല റിസൾട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കാറുമുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെ തീവ്രത കുറഞ്ഞ ലക്ഷണങ്ങൾ വരുന്നവർക്ക് നമ്മൾ 2 മാസം മരുന്ന് കഴിച്ചിട്ട് ഒരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ മറ്റ് സ്കാനുകൾ അല്ലെങ്കിൽ മറ്റ് ബ്ലഡ് ടെസ്റ്റിലേക്കൊക്കെ വിടാറുള്ളത്.